ഹലോ ഹലോ. അപ്പൊ നമുക്കിന്ന് ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു തുടങ്ങാം. അപ്പൊ അതിനു വേണ്ടി ആദ്യം VS കോഡ് ഓപ്പൺ ആക്കാം. VS കോഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ഫോൾഡർ കൊടുക്കാം. എന്നിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഡെസ്ക്ടോപ്പിൽ എവിടെയെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഓക്കെ. അപ്പോൾ ഫോൾഡർ ഓപ്പൺ ആയിട്ട് ഇനി നമുക്ക് ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യാം. ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫയൽ സെലക്ട് ചെയ്തിട്ട് നെയിം കൊടുക്കുക. അപ്പൊ നമുക്ക് സ്ക്രിപ്റ്റ് എന്ന് കൊടുക്കാം. സ്ക്രിപ്റ്റ് ഡോട്ട് എക്സ്റ്റൻഷൻ ഡോട്ട് ജെഎസ് കൊടുക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്തു. നമുക്കിവിടെ ഒരു പരിപാടികൾ വന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോ ഓരോ പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും കോഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് സേവ് ചെയ്യണം, റൺ ചെയ്യാൻ. അപ്പൊ നമ്മൾ എപ്പോഴും സേവ് ചെയ്യാൻ നമുക്ക് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതിന് വേണ്ടി നമ്മുടെ എക്സ്റ്റൻഷനിൽ വരാം. സേവ് ടൈപ്പിംഗ് സേവ് ടൈപ്പിംഗ് അത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ആയി. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് സേവ് ചെയ്തോളാം. നമ്മൾ മാനുവലി പോയി സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് കോഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാം. റൺ എന്ന് പറയാം. റൺ വൈസ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ കോഡ് റൺ അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ആയി. അപ്പൊ നിങ്ങൾക്ക് ഒരു ബട്ടൺ വരുന്നതായിട്ട് കാണാം റൺ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമുക്കിനി കോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൺസോൾ ഡോട്ട് ലോഗ് ഇത് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ഇതിൽ എന്ത് ടൈപ്പ് ചെയ്യണോ, അതായത് ഡബിൾ കോട്ട്സ് ഓൺ ആക്കാം. ഡബിൾ കോട്ട്സ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യണോ അത് അതുപോലെ തന്നെ വരും. ഓക്കെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ജസ്റ്റ് ഹലോ ഹലോ വേൾഡ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ. നമുക്ക് എന്താണ് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ റൺ ബട്ടൺ ഉണ്ട്. ഓക്കെ. നമുക്ക് റൺ ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. പുതിയൊരു വിൻഡോ വന്നിട്ടുണ്ടോ, അതിൽ ഔട്ട്പുട്ട് ഉണ്ട് ഹലോ വേൾഡ്. ഓക്കെ. നമ്മളിവിടെ എന്ത് ടൈപ്പ് ചെയ്യണോ, അതായത് കൺസോൾ ഡോട്ട് ലോഗിൽ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് എന്ത് ടൈപ്പ് ചെയ്യണോ അതുപോലെ തന്നെ വരും. ഓക്കെ. നമുക്ക് വേറെ ഒന്നുകൂടി ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ബ്രാക്കറ്റ് ഓൺ ചെയ്യുന്ന ഡബിൾ കോട്ട്സിൽ വെൽക്കം ടു മൈ. ഓക്കെ. റൺ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ രണ്ടും വന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അതുപോലെ തന്നെ പ്രിന്റായി വരും. ഓക്കെ. അപ്പൊ നമുക്കിനി വേരിയബിളും കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് var. ഓക്കെ. ഇപ്പൊ വേരിയബിളിന്റെ ഷോർട്ട് ഫോം ആണ്. വേരിയബിൾ യൂസ് ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട്. ഓക്കെ. നമുക്കിപ്പോ ഒരു എ എന്നുള്ള വേരിയബിളിൽ നമുക്ക് ഈക്വൽ ടു 3 എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വേരിയബിളിന്റെ പേര് എന്ന് പറയുന്നത് എയിലേക്ക് നമ്മൾ 3 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്ത് വെക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമ്മൾ എവിടെയൊക്കെ എ യൂസ് ചെയ്യണോ അവിടെ എല്ലാവരും നമുക്ക് 3 എന്നിരിക്കും വാല്യൂ തന്നെ. ഓക്കെ. അപ്പൊ നമ്മളിനി എ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് എ റൺ ചെയ്യാം. ഓക്കെ. ഇത് 3 എന്ന് പ്രിന്റ് ആയിട്ട് ഇവിടെ നമുക്കാണെങ്കിൽ പോയിന്റ് ഒരു ഡെസിമൽ നമ്പർ വാല്യൂ കൊടുത്ത് നോക്കാം. പ്രിന്റ് ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് വേറൊരു 2 വേരിയബിൾ കൂടി വേറൊരു വേരിയബിൾ വേണമെങ്കിൽ എക്സ് എന്ന് കൊടുക്കാം. ഒരു എക്സ് ആണ്.
എക്സ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സ് ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേരിയബിൾ എങ്ങനെ ഒരു സ്ട്രിങ്ങിന്റെ ഒപ്പം പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ ഈ എക്സ് ഈ ഹലോ വേൾഡിന്റെ ഒപ്പം പ്രിന്റ് ചെയ്യണില്ലേ, നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്ലസ് സിമ്പിൾ കൊടുത്തിട്ട് എക്സ് എന്ന് കൊടുക്കാം. എന്നിട്ട് റൺ ചെയ്യുമ്പോൾ ഓക്കെ ഹലോ വേൾഡ് ആണ്. അതോടെ നമ്മൾ സ്പേസ് കൊടുത്തില്ല. ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ ഹലോ വേൾഡ് ടൺ. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ ഒരു സ്ട്രിങ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിത് മുഴുവൻ കണക്ക്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. നെയിം എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കാം, ഇഷ്ടമുള്ളത് കൊടുക്കാം. നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേരിയബിളിന്റെ നെയിം കൊടുക്കാം. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഡബിൾ കോട്ട്സ് ഇല്ല, നമ്മൾ സ്ട്രിങ് ആണ് വേരിയബിൾ സ്റ്റോർ ചെയ്യണം. നമ്മളിവിടെ നമ്മുടെ പേര് കൊടുത്തു. ഓക്കെ, ഇനി നമ്മള് വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, ഏജ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് ഈ ഏജിൽ നമ്മൾ ഏജ് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രിന്റ് ചെയ്യണം. ഓക്കെ ഓക്കെ നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ് ഫുൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലോഗ് എന്ന് ടൈപ്പ് ചെയ്ത് അവിടെ സജഷൻ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എൻ്റർ അടിക്കുക, അത് കംപ്ലീറ്റ് ആയിക്കോളും. അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്, നമ്മുടെ ഔട്ട്പുട്ട് വേണ്ടത് ഇപ്പോൾ റിച്ചാർഡ് ഈസ് 99 years old എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, റിച്ചാർഡ്. ഓക്കെ, അപ്പൊ നമ്മൾ റിച്ചാർഡ് ടൈപ്പ് ചെയ്യേണ്ട, ഡബിൾ കോഴ്സിൽ റിച്ചാർഡ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്കത് വേരിയബിളിൽ സ്റ്റോർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ വേരിയബിളിൽ ഇവിടെ യൂസ് ചെയ്യാം. അതിന് പ്ലസ് ഇടാം. ഓക്കെ, പ്ലസ് ഇനി നമുക്ക് റിച്ചാർഡ് ഈസ് എന്നുള്ളതായിരിക്കും, റിച്ചാർഡ് ഈസ്. ഓക്കെ, നമ്മളിവിടെ റിച്ചാർഡ് ഈസ് കൊടുക്കുന്നു. ഈസ് 99 നമുക്ക് എന്ത് ചെയ്യാം, വേരിയബിളിൽ ഉണ്ട് ഏജ് കൊടുക്കാം. പ്ലസ് 99 years old. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതുപോലെ ഇപ്പൊ നെയിമിന് റിച്ചാർഡ് എന്നുള്ളത് പോലെ ഏജ് 99 എന്നുള്ളത് കൊടുക്കും. എനിക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. റൺ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇതേ കാണാം, എല്ലാം കൺജസ്റ്റഡ് ആയിട്ട് സ്പേസ് ഒന്നും കൊടുത്തില്ല നമ്മൾ. നമ്മൾ ഇവിടെ സ്പേസ് കൊടുക്കണം. ഇവിടെ റൺ ചെയ്ത് നോക്കാം. ഇവിടെ സ്പേസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇതിൽ നമ്മൾ റിച്ചാർഡ് എന്നുള്ളതും 99 എന്നുള്ളത് നമ്മൾ വേരിയബിൾ സ്റ്റോർ ചെയ്യുക. വേരിയബിൾ സ്റ്റോർ ചെയ്ത വാല്യൂ എന്ത് ചെയ്ത് നമ്മളിവിടെ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ രണ്ട് ഡാറ്റ ടൈപ്പ് പഠിച്ചത്, സ്ട്രിങ് ആണ്, മറ്റേത് പറയുന്നത് നമ്പറിൽ നമുക്ക് ഇൻഡിജറും പെടും, അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ്, അതായത് ഡെസിമൽ നമ്പർ. അത് നമുക്കിപ്പോ 99.8 എന്ന് വെച്ചാൽ വർക്ക് ചെയ്യും. ഇനിയുള്ള ഒരു ഡാറ്റ ടൈപ്പ് ജാവാസ്ക്രിപ്റ്റിലുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് നമ്മുടെ ബൂളിയൻ ഡാറ്റ ടൈപ്പ്. ഓക്കെ, അതായത് ബൂളിയൻ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതായത് രണ്ട് വാല്യൂ ആണ് അതിന് നമുക്ക് പറ്റുക. അതായത് ഒന്നില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ്. അതായത് നമ്മൾ സെയിം ഡിക്ലെയർ ചെയ്യണ പോലെ തന്നെ, പക്ഷെ നമ്മളതിൽ നമുക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോ ഇതിനകത്ത് പറ്റിയതിപ്പോ മാരിഡ് ആണോ, ഓക്കെ മാരിഡ് ആണോ എന്നുള്ളത് സ്റ്റാറ്റസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫോൾസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ ഈ ഫോൾസിന്റെ പ്രത്യേകത എന്നുള്ളത് ഡബിൾ കോട്ട്സിലല്ല, ഇതൊരു സ്ട്രിങ് അല്ല, ഇത് വേറൊരു ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് സേവ് ചെയ്തേക്കുന്നത്. അതായത് ഒരു ബൂളിയൻ ആയിട്ടാണ് സേവ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒരു ബൂളിയൻ ഡാറ്റ ടൈപ്പാണ്. അതായത് ഫോൾസോ അല്ലെങ്കിൽ ട്രൂവോ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഫോൾസ്, അതായത് ഓക്കെ, ഇതിന്റെ കൂടുതൽ യൂസ് കേസ് നമുക്ക് എന്താ ഈഫ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ മനസ്സിലാവും. അപ്പൊ ഇതിപ്പോൾ ഈ മൂന്ന് ഡാറ്റ ടൈപ്പ് ആണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിലുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഈ മാരിഡ് എന്നുള്ള വേരിയബിൾ പ്രിന്റ് ആണെങ്കിൽ അത് പ്രിന്റ് ആവും, ഫോൾസ് നമുക്ക് പ്രിന്റ് ആവത്തുള്ളൂ.
ഇനിയിപ്പോൾ ഉള്ള ഡൗട്ട് എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഡബിൾ കോട്ട്സിൽ കൊടുത്താലും സെയിം റിസൾട്ട് അല്ല എന്ന് വെച്ചാൽ അത് സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. പക്ഷെ ഇത് വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബൂളിയൻ ടൈപ്പ്, അതായത് നമ്മളത് കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇതിപ്പോ നമുക്ക് ഏത് ഡാറ്റ ടൈപ്പാന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴിയുണ്ട്. ഇതിപ്പോ കൺസോളിലോട്ട് ലോഗിൽ തന്നെ ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ടൈപ്പ് ഓഫ്, അതിൽ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഈ മാരിഡ് എന്നുള്ളത് കൊടുക്കാൻ പറ്റും. മാരിഡ്, ഓക്കെ, തൽക്കാലം ഇത് കളയാണ്. മാരിഡിന്റെ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ റൺ ചെയ്യുമ്പോൾ കണ്ടോ, ബൂളിയനായിട്ട് തന്നെയാണല്ലോ. ഇപ്പൊ ഇപ്പൊ നെയിം എന്നുള്ളത്, അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ നമ്മൾ സ്ട്രിങ് ആക്കിയിട്ട് മാരിഡിന്റെ ടൈപ്പ് നോക്കി നോക്കി, സ്ട്രിങ് ആണല്ലോ. ഓക്കെ, ഇപ്പോ ഏജിന്റെ ടൈപ്പ് നോക്കാം. കണ്ട നമ്പർ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫ്ലോട്ടിങ് മറ്റേത് ഇന്റിജർ ആയിട്ട് കൊടുത്താലും നമ്പർ തന്നെ. ഓക്കെ, ഇപ്പൊ ഇത് 3 ടൈപ്പാണ്, ഡാറ്റ ടൈപ്പാണ് ജാവാസ്ക്രിപ്റ്റിലുള്ളത്. ഇനി പിന്നെ കുറെ പേർക്ക് സംശയം ഈ സെമിക്കോളിനെ പറ്റി സംശയമുണ്ട്. അതായത് ജാവാസ്ക്രിപ്റ്റിൽ സെമിക്കോൺ ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എററും കാര്യങ്ങളൊന്നും ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതിപ്പോ C++, ജാവയിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും ഇട്ടേ പറ്റൂ. പക്ഷെ ജാവാസ്ക്രിപ്റ്റിൽ ഇട്ടാലും ഇട്ടില്ലെങ്കിലും നമുക്ക് എററും കാര്യങ്ങളൊന്നും വരില്ല. അപ്പത്തെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വേറെ എന്തെങ്കിലും വേരിയബിളൊക്കെ കൊടുത്ത്, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കൊടുത്ത് ജസ്റ്റ് ഇതുപോലെ പ്രിന്റ് ചെയ്തൊക്കെ നോക്കാം.